നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് ചിങ്ങമാസത്തെ ഫലമാണ്. മലയാള വർഷപ്രകാരം പുതുവർഷം കൊല്ലവർഷം 1201 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 31 വരെയും ഇംഗ്ലീഷ് വർഷം 2025 ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുമുള്ള ഒരു മാസത്തെ നിങ്ങളുടെ ചാരവശാലുള്ള നക്ഷത്രം 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരുന്നത്. വേഴത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് 3-ാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. മേടക്കൂറുകാർക്ക് വേഴം വന്നിട്ട് ഭാഗ്യാധിപനം കൂടെയാണ്. അത് 3-ലും മറഞ്ഞിരിക്കുന്നു. അപ്പോൾ കാര്യമായ പരിശ്രമങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് ഒരു 50% നേടിയെടുക്കാനായിട്ട് സാധ്യമാകൂ. അത് വേഴത്തെ കൊണ്ടുള്ള അവസ്ഥയാണ്. പിന്നെ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ 6-ലാണ്. 6 രോഗസ്ഥാനമെന്ന് പറയുമെങ്കിലും ചൊവ്വയെ സംബന്ധിച്ച് 6-ൽ നിൽക്കുന്നത് കാര്യമായ ദോഷം വരത്തില്ല. എന്നാലും ഒരു ശ്രദ്ധ വേണമെന്നാണ് പറയുന്നത്. അത് വാഹനം ഓടിക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് ചെയ്യുക. നിങ്ങൾക്ക് നിലവിൽ 7 ശനി ബന്ധമുള്ള ഒരു രാശിയാണ്. അപ്പോൾ മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ്. അപ്പോൾ പിന്നെ രാഹുവിൻ്റെ സ്ഥിതി. രാഹു നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനമായ 11-ലാണ്. അപ്പോൾ അത് ഉത്തമമാണ്. അപ്പോൾ അതിനായിട്ട് നാഗരാജപ്രീതി ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഭാഗ്യവർദ്ധനവിന് കാരണമാകും. ആയില്യത്തിന് പിന്നെ രോഗ സാധ്യതകൾ ഉണ്ട്. ശനി 12-ലായതുകൊണ്ട് തന്നെ കാലിനോ കാൽമുട്ടിനോ ഇടുപ്പിനോ ഒക്കെ രോഗസാധ്യതകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിക്ക് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ശനിയാഴ്ച. പിന്നെ നിങ്ങളുടെ ധനാധിപനായിട്ടുള്ള ശുക്രൻ്റെ സ്ഥിതി 50% ഗുണകരമാണ്. അപ്പോൾ അതിനായിട്ട് വെള്ളിയാഴ്ച ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന നടത്തുന്നത് ഉചിതമാണ്. അത് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ആണ് പ്രാർത്ഥന നടത്തേണ്ടതായിട്ടുള്ള പ്രധാന ദിവസങ്ങൾ. ഇനി പറയുന്നത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം, സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിങ്ങളുടെ ധനസ്ഥാനത്ത് നിലകൊള്ളുന്നു. ഈ വേഴം നിങ്ങൾക്ക് 2 ചുമതലകൾ ഉണ്ട് വേഴത്തിന്. 1 അഷ്ടമാധിപനും 2 അവിഷ്ടസ്ഥാനത്തിൻ്റെ ചുമതലയും ഉണ്ട്. അപ്പോൾ ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. അപ്പോൾ ദോഷം എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതലും പറയുന്നത്. അത് മാത്രമല്ല സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ ജീവിത രീതി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായിരുന്നാലും പിന്നെ വിവാഹാദി കാര്യങ്ങളായാലും തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇടവരാശിയെ സംബന്ധിച്ച് ദോഷം ആയിട്ടല്ല, എന്നിരുന്നാലും ചില വൈഷമ്യങ്ങൾ ഉണ്ടാകും എന്ന് ഈ വേഴം
പറയുന്നു. വേഴം ധനസ്ഥാനത്താണെങ്കിലും ഇതിൻ്റെ ചുമതല അഷ്ടമാധിപനായതുകൊണ്ട് ധനപരമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ജാഗ്രതയോടുകൂടി വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ശനിപ്രീതി വേണം ശനിയാഴ്ച. പിന്നെ വേഴത്തെ പരിപോഷിപ്പിച്ചാൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലേക്ക് എത്തും. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ 45 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു ഭാഗ്യമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും. വിവാഹാദി കാര്യങ്ങൾ, യാത്രകൾ, പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, അങ്ങനെ പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് മിഥുനരാശിക്കാർക്ക് ഗുണഫലം സിദ്ധിക്കും. എന്നാൽ മറ്റൊരവസ്ഥയും കൂടി ഉണ്ട് ഈ മിഥുനരാശിക്കാർക്ക്. ആ നിലവിൽ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നു. അപ്പോൾ കണ്ടകശനി എന്ന് ജ്യോതിഷ ഭാഷ. കണ്ടകശനി ആണെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടില്ല. എന്നാൽ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെ ജാഗ്രതയോടെ വേണം, ശ്രദ്ധാപൂർവം വേണം മുമ്പോട്ട് പോകാൻ എന്ന് കാണുന്നു. എന്നാൽ വേഴത്തിൻ്റെ ആ രാശിയിലുള്ള നിൽപ്പ് ദോഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ശനിപ്രീതി നടത്തുക, പിന്നെ വേഴത്തെ പരിപോഷിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എല്ലാവിധമായ കാര്യങ്ങളും മംഗളകരമായി വരും. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം. നിങ്ങൾക്ക് നിലവിൽ വേഴം മറഞ്ഞിരിക്കുന്നു, 12-ലാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. പന്ത്രണ്ടിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയാണ് കാണുന്നത്. അല്ലാതെ നമുക്ക് എല്ലാം നഷ്ടം വരുമെന്നുള്ളതല്ല. പിന്നെ ഈ സന്താനങ്ങളുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില ചിലവുകൾ, പാഴ്ചിലവുകളെന്ന് പറഞ്ഞുകൂടാ, എന്നിരുന്നാലും ചില ചിലവുകളൊക്കെ വരുമെന്നാണ്. അപ്പം ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കർക്കിടകക്കൂറുകാർ. എന്നാൽ നിങ്ങൾക്ക് നാലാം ഭാവത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശുക്രൻ രാശിയിൽ നിലകൊള്ളുന്നു. 4-ൻ്റെയും അവിഷ്ടസ്ഥാനമായ 11-ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് ആ രാശിയിൽ ശുക്രൻ നിലകൊള്ളുന്നു. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യത, ആ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ മാതാവിൻ്റെ സ്വത്ത് വകകൾ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യത ഈ മാസം തെളിയുന്നു. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ചില തർക്കങ്ങളും ഉണ്ടാകാൻ സാധ്യത, അതിലൂടെ അത് പരിഹരിക്കുമെന്നുള്ളതാണ്. പിന്നെ സഹോദര ഗുണം കാണുന്നു. പിന്നെ ഗവൺമെൻറ് തല കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ അത് രേഖാമൂലമുള്ള കാര്യങ്ങൾ കാലതാമസമില്ലാതെ അത് ചെയ്യുന്നത് ഉചിതമായിരിക്കും. അല്ലെങ്കിൽ ഈ ഫൈൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 12-ലാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ മാസം കടന്നു പോകും. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം അവിഷ്ടസ്ഥാനമായ 11-ൽ നിലകൊള്ളുന്നു. എല്ലാവിധമായ ഗുണഫലങ്ങളും സിദ്ധിക്കും. യാത്ര ഗുണം, വിദേശ
അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് സഫലമാകും. പിന്നെ വിവാഹാദി കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം അന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വേഴത്തെ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതിനായിട്ട് വ്യാഴാഴ്ച വിശിഷ്ട പൂജകളൊക്കെ ചെയ്യുന്നതും ഉചിതമാണ്. മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന നടത്തുക വേഴത്തിൽ. അത് പറയാനുള്ള കാരണം, ഈ വേഴം അവിഷ്ടസ്ഥാനത്തുണ്ടെങ്കിലും ഈ ശനിയുടെ ബന്ധം വേഴത്തിന് വരുന്നുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോയാൽ ഉചിതമായിരിക്കും. പിന്നെ ചിങ്ങരാശിയിൽ മറ്റൊരു അവസ്ഥയും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ ശനി അഷ്ടമത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. അഷ്ടമത്തിൽ നിന്നിട്ട് നിങ്ങളുടെ ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നീ സ്ഥാനത്തോട്ടുള്ള ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം ചെയ്തിരുന്നാലും ഒന്ന് ആലോചിച്ചൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ബുദ്ധിമോശമൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഈ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് കാണുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് കണക്കിലെടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ചിങ്ങരാശിയെ സംബന്ധിച്ച് ദോഷം വരാനില്ല. പിന്നെ നമ്മുടെ ഈ ചൊവ്വയുടെ സ്ഥിതി, ഈ മാസത്തെ ചൊവ്വയുടെ സ്ഥിതി കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞോട്ടെ. ചൊവ്വ നിങ്ങൾക്ക് വാക്കിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ വാഹനമൊക്കെ, വാക്ക്, വിദ്യ, പ്രവൃത്തി. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഭാഗ്യാധിപനാണ് ധനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ടെന്ന് ചൊവ്വ പറയുന്നു. എന്നിരുന്നാൽ തന്നെയും വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും. ഇനി പറയുന്നത് കന്നിരാശിയാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലാണ്. അപ്പോൾ ഇനി പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് കർമ്മസ്ഥാനത്താണ് വേഴം. എല്ലാവിധ നമ്മുടെ തൊഴിൽ മേഖല കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു മാസമായി തന്നെ കാണുന്നു. ആ രാശിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ഈ മാസത്തെ ഗ്രഹസ്ഥിതി വച്ചിട്ട് നിങ്ങൾക്ക് ഈ ചൊവ്വ അഷ്ടമാധിപനാണ്. അപ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നിരുന്നാലും ഒരു ജാഗ്രതയോടുകൂടി ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ ചില അബദ്ധങ്ങൾ വരാം. അതുമാത്രമല്ല, വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുക. വീഴ്ച, മുറിവ്, പൊള്ളൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതിയൊക്കെ നല്ലതായിരുന്നാൽ അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാലും ചാരവശാലുള്ള സ്ഥിതി നമ്മൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ചൊവ്വ പറയുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വേഴം പറയുന്നു, തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധ വേണം, കൃത്യനിഷ്ഠയോടുകൂടി വേണം പോകാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിൽ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ളവരായിരുന്നാലും നമ്മളുടെ തൊഴിൽ കാര്യമായി ശ്രദ്ധിക്കുക എന്നാണ്. അങ്ങനെയാണെങ്കിൽ ദോഷം വരാനായിട്ട് ഇല്ല. പിന്നെ ഈ മാസത്തെ സൂര്യൻ്റെ സ്ഥിതി നിങ്ങൾക്ക് 12-ലാണ്. 12 നിയമപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി അത് ചെയ്യുക. അല്ലെങ്കിൽ ധനനഷ്ടമൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ ബുധൻ്റെ സ്ഥിതി വിദ്യാവിജയമൊക്കെ കാണുന്നുണ്ട്. നിയമപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പിന്നെ ആ രാശിയിലുള്ള ചൊവ്വയുടെ സ്ഥിതി ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാനും സാധ്യത കാണുന്നു. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പിന്നെ ബുധനാഴ്ച എന്നീ ദിവസങ്ങൾ ഭാഗ്യം 50% ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ഇനി പറയുന്നത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ഭാഗ്യസ്ഥാനത്താണ്. എല്ലാവിധമായ ഭാഗ്യങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്.
അപ്പോൾ അതിനായിട്ട് ഈ തുലാക്കൂറിനെ സംബന്ധിച്ച് ഈ വേഴത്തിൻ്റെ ചുമതലകളുണ്ട്. 3-ാം ഭാവം സഹോദരസ്ഥാനത്തിൻ്റെയും 6-ാം ഭാവം രോഗസ്ഥാനത്തിൻ്റെയും ചുമതല വഹിച്ചിട്ടുള്ള വേഴമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നോ അതിനനുസരിച്ചുള്ള ഭാഗ്യം നമുക്ക് തരണമെന്നുള്ളതാണ് ജ്യോതിഷ നിയമം. അപ്പോൾ ഭാഗ്യം ഉണ്ടാവും. ഭാഗ്യവർദ്ധനവിനായിട്ട് കാര്യമായ പരിശ്രമം വേണ്ടി വരും എന്നുകൂടി കാണുന്നു. അത് പറയാനുള്ള കാരണം ഈ വേഴത്തിൻ്റെ ചുമതലകൾ കണക്കിലെടുത്തുകൊണ്ടാണ്. 3-ഉം 6 രോഗസ്ഥാനം എന്ന് പറയും. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല സന്താനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ കൂടുതൽ ശ്രദ്ധ വേണം. ഇനി ട്രീറ്റ്മെൻറ്റ് കുട്ടികൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകും. അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും എന്നുകൂടി കാണുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ മാസം ഈ ചൊവ്വയുടെ സ്ഥിതി 12-ലാണ്. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോഴേ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ സൂചനയുണ്ട്, കാൽപാദത്തിനൊക്കെ ക്ഷതം പറ്റാനുമൊക്കെയുള്ള സൂചനയുണ്ട്. പറഞ്ഞ് പേടിയാക്കുന്നതല്ല, ഒരു കരുതലിന് വേണ്ടിയാണ്. ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന 15 നാഴിക, അനിഴം, കേട്ട. നിങ്ങൾക്ക് നിലവിൽ വേഴം അഷ്ടമത്തിൽ മറഞ്ഞു. അപ്പോൾ വേഴത്തെ കൊണ്ടുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അത്രത്തോളം ശോഭിക്കത്തില്ല. എന്നിരുന്നാലും ദൈവാനുഗ്രഹം വേഴപ്രീതിയൊക്കെ നടത്തുന്നത് ഉചിതമാണ്. നമുക്ക് കൂടുതൽ ദോഷം വരാതെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ധനനഷ്ടമുണ്ടാകാതെയും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഒക്കെ അതിൻ്റെ ക്ഷീണാവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനും വേഴപ്രീതി ഉത്തമമാണ്. ധനപരമായ കാര്യങ്ങൾ, അപ്പോൾ ഈ കൊടുക്കൽ അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് കേട്ടോ. പിന്നെ വിദ്യാവിജയം കാണുന്നുണ്ട്. പിന്നെ ഈ മാസത്തെ ഗ്രഹസ്ഥിതി വെച്ചിട്ട് നിങ്ങൾക്ക് സൂര്യൻ 10-ലാണ്. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാനുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും ഈ മാസം. പിന്നെ ഗവൺമെൻറ് തല കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഈ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ശനിയുടെ സ്ഥിതി നിങ്ങൾക്ക് വൃശ്ചിക രാശിക്ക് ശനി ഇപ്പോൾ നിലവിൽ 5-ലാണ്. 5 എന്ന് പറയുന്നത് സന്താനഭാവം പ്രധാനമായിട്ട് പറയുന്നത് മനസ്സിൻ്റെ സ്ഥാനം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു ക്ഷീണം വന്നിട്ടുണ്ട്, ഒരു നിരാശ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ സഫലമാക്കി എടുക്കുന്നതിനായിക്കൊണ്ട് ശനിപ്രീതിയാണ് ചെയ്യേണ്ടത് ശനിയാഴ്ച. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു. ഏഴാം ഭാവം ഭാര്യാസ്ഥാനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്ഥാനം, യാത്രാസ്ഥാനം, ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്ന സ്ഥാനം നിവർത്തി സ്ഥാനമെന്ന് പറയും. അപ്പോൾ അവിടെ വേഴം നിന്നുകൊണ്ട് പറയുന്നു കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകും എന്ന് തന്നെ കാണുന്നു. വിവാഹാദി കാര്യങ്ങൾ പിന്നെ എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ മംഗളകരമായ കാര്യങ്ങളും ഈ ധനുരാശി സംബന്ധിച്ച് നടക്കും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിട്ട് വേഴത്തെ പരിപോഷിപ്പിക്കുന്നത് നല്ലതാണ്. വേഴത്തിൻ്റെ ചുമതല നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വേഴം 4-ാം ഭാവത്തിൻ്റെയും ചുമതല വഹിച്ചുകൊണ്ടാണ് നിവർത്തി സ്ഥാനത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗുണഫലം തന്നെ തീർച്ചയായിട്ടും സിദ്ധിക്കുന്നതാണ്. പിന്നെ ഈ രാശി സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ശനിയുടെ അവസ്ഥ വച്ചിട്ട് ശനി 4-ലാണ്, കേന്ദ്രസ്ഥാനം കണ്ടക ശനി എന്ന് പറയും. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും ഈ കൂടുതൽ ദോഷം വരാനില്ല. ഒന്ന് ശ്രദ്ധാപൂർവം പോകണം. 4-ൽ നിൽക്കുന്ന ശനി പറയുന്നു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ കാല് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത. പിന്നെ അത് പോയിട്ട് ബന്ധുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതിയും കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി പറയുന്നത് മകരമാണ്.
മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴസ്ഥിതി അനുകൂലമല്ല. വേഴം 6-ൽ മറഞ്ഞു. 6 പറയുമ്പോൾ രോഗസ്ഥാനം എന്ന് പറയും. രോഗം, ശത്രു, കടം എന്നൊക്കെയാണ് ജ്യോതിഷ ഭാഷ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ വേണം പെരുമാറാൻ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, കുട്ടികളുടെ കാര്യങ്ങൾ, ഇപ്പോൾ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ രോഗസ്ഥാനത്ത് നിൽക്കുന്ന വേഴം പറയുന്നു ഇപ്പോൾ മതിയായ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ തുടങ്ങണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ സമീപഭാവിയിൽ സന്താനഭാഗ്യം തെളിയുമെന്നും കൂടി രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊരവസ്ഥ, നിങ്ങൾക്ക് നിലവിൽ ധനസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നു. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോയാൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നീരസം തോന്നാതിരിക്കും. വാക്കുകൾ പറഞ്ഞ് നീരസമുണ്ടായി ശത്രുതയിലോട്ട് പോകാതിരിക്കാനും നാഗരാജ പ്രീതി ചെയ്യുന്നത് ഉചിതമാണ്. പിന്നെ എഴുത്തുകുത്ത് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ജാഗ്രത വേണം. പിന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസം, വിദ്യയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കൂടുതൽ ശ്രദ്ധ വേണമെന്നാണ് ഈ വിദ്യാസ്ഥാനത്ത് രാഹു നിന്നുകൊണ്ട് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഈ രാഹു 2-ൽ നിൽക്കുന്നു വിദ്യാസ്ഥാനത്ത്. അവിടേക്ക് വേഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. പക്ഷേ ഈ 6-ൽ നിന്നും കൊണ്ടുള്ള ദൃഷ്ടി അത്രത്തോളം ശുഭകരമാകാൻ വഴിയില്ല. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് വേഴപ്രീതി, നാഗരാജപ്രീതി, ഇതാണ് ഈ മകരരാശിക്കാരെ സംബന്ധിച്ചുള്ള പ്രതിവിധികൾ. അങ്ങനെയാണെങ്കിൽ ദോഷം വരാതെ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങളുടെ ഈ മാസത്തെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി, അതായത് 5-ാം ഭാവത്തിൻ്റെ ചുമതല വഹിക്കുന്ന ശുക്രൻ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങളും ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാം. ലാഭങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും കൂടി നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബുധൻ്റെ സ്ഥിതി, ഭാഗ്യാധിപൻ ആയിട്ടുള്ള ബുധൻ നിങ്ങളുടെ 7-ാം ഭാവത്തിൽ നിന്നിട്ട് നിങ്ങളുടെ മകരരാശിയിലോട്ട് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നിൽക്കുന്ന ശത്രുക്ഷേത്രമായതിനാൽ ചില കാര്യങ്ങൾ അടുത്ത് വരും. പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് ഉണ്ടാവാതെ നിങ്ങൾ ബോധപൂർവം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുണഫലം സിദ്ധിക്കും, സ്ത്രീകൾ മുഖേനയും ഒക്കെ. ഇനി പറയുന്നത് കുംഭരാശിയാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരനായിട്ടുള്ള വേഴം നമ്മുടെ ആഗ്രഹസ്ഥാനത്തുണ്ട്. 5-ാം ഭാവം, സന്താനഭാവം എന്ന് പറയും. അപ്പോൾ വേഴം നമുക്ക് സഹായം തന്നെയാണ് ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും എന്നാണ് കാണുന്നത്. വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലം സിദ്ധിക്കും. മാത്രമല്ല നിങ്ങളുടെ ധനാധിപനും അവിഷ്ടസ്ഥാനത്തിൻ്റെ ചുമതലയും കൂടിയുള്ള വേഴമാണ് നിലവിൽ ഇപ്പോൾ 5-ാം ഇടത്ത് നിൽക്കുന്നത്. അപ്പോൾ സന്താന ഭാഗ്യം, പിന്നെ യാത്രകൾ, പിന്നെ വാഹനലബ്ധി എന്ന് വേണ്ട, പിന്നെ ക്രയവിക്രയങ്ങൾ ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കും. വേഴത്തെ കൊണ്ടുള്ള ഗുണഫലം ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഈ രാശിയിൽ നിൽക്കുന്ന രാഹു, ആ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിനായിക്കൊണ്ട് ആയില്യത്തിന് നാഗരാജ പ്രീതി കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ ഫലം തന്നെ കുംഭരാശിക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ മാസത്തെ
നിങ്ങളുടെ ചൊവ്വയുടെ സ്ഥിതി 8-ലാണ്. ചൊവ്വ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലായതിനാൽ സൂക്ഷിക്കേണ്ടതാണ്. വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പേടിക്കേണ്ടതില്ല, എന്നാലും ഒരു കരുതൽ വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഗവൺമെൻറ് തല കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക. രേഖാമൂലമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കാലതാമസം ഇല്ലാതെ ഇത് ചെയ്യണമെന്നാണ്. അതല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാകാനും സാധ്യത, അതാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശിവപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വേഴം സുഖസ്ഥാനത്താണ് നിൽക്കുന്നത്. വാഹനസ്ഥാനം, സുഖസ്ഥാനം, മാതൃസ്ഥാനം, ബന്ധുജനങ്ങൾ, കൂട്ടുകാരുടെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ അത് 50% നമുക്ക് ഗുണഫലം തന്നെ ശ്രദ്ധിക്കും. യാത്രയുമായി ബന്ധപ്പെട്ടുമൊക്കെ ശുഭഫലം കാണുന്നു. ഇതൊക്കെ പറഞ്ഞു. എന്നാൽ നിലവിൽ നിങ്ങളുടെ രാശിയിൽ, അതായത് ജന്മരാശി എന്ന് പറയും, അതിൽ ശനിയുടെ നിൽപ്പുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അങ്ങനെ ആയാൽ നഷ്ടങ്ങൾ വരും എന്നുകൂടി കാണുന്നു. പിന്നെ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മതിയായ ചികിത്സ തേടണം എന്നുകൂടി മീനരാശിക്കാരെ സംബന്ധിച്ച് പറയുന്നു. അപ്പോൾ ശനിപ്രീതികരമായ കാര്യങ്ങൾ ശനിയാഴ്ച ചെയ്യുക. അപ്പോൾ പിന്നെ വേഴത്തെ, സുഖസ്ഥാനത്ത് വേഴം നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വേഴത്തെ ശനിയുടെ ഒരു ബന്ധം വരുന്നതിനാൽ വേഴത്തെയും നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദോഷങ്ങൾ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ മീനരാശിയെ സംബന്ധിച്ച് ദോഷങ്ങളല്ല, 60% ഗുണഫലം തന്നെ ശ്രദ്ധിക്കും. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഒരു മാസത്തെ ഫലമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഓരോ പ്രായക്കാരുടെയും ദശ, അപഹാരം, പിന്നെ ഛിദ്രം, ഇതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അപ്പോൾ മോശം രാശികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ പറഞ്ഞവർക്ക് ഇപ്പോൾ ദശയും അപഹാരവും ഛിദ്രവും ഒക്കെ നന്നായിരുന്നാൽ നിങ്ങൾക്ക് ഗുണഫലം തന്നെ സിദ്ധിക്കും. എന്നാൽ ഈ ചാരവശാൽ ദോഷം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കില്ല, ചെറിയ രീതിയിൽ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്. അതുപോലെ ഗ്രഹസ്ഥിതി വച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ജാതകത്തിലെ സ്ഥിതികൾ, ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ടാണ് ഈ കൂടുതലും നമുക്ക് ദോഷമാണോ ഗുണമാണോ എന്ന് ചിന്തിക്കേണ്ടത്. ഇത് നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പറഞ്ഞിട്ടുള്ള ഒരു പൊതുവായ ഫലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താലും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എനിക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ ഐശ്വര്യവും ഭാഗ്യവും, ഗവൺമെൻറ് ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് ജോലിയും, വിദ്യാർത്ഥികൾക്ക് വിജയവും, എല്ലാവിധമായ ഐശ്വര്യവും
പിന്നെ വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹ ഭാഗ്യവും പിന്നെ സന്താന ഭാഗ്യവും എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.